ഹലോ ഗൈസ്, ഇപ്പം എങ്ങനെയാ നിങ്ങളൊക്കെ തുടങ്ങിയോ? ചൂലുണ്ടാക്കാനൊക്കെ തുടങ്ങിയോ? ഞങ്ങൾ തുടങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ഇതാ അമ്മയാണ് ഉണ്ടാക്കാറ്. അമ്മ ഇപ്പം ഇതാ പട്ട കിട്ടാറില്ല, കിട്ടാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതായത് പട്ടയ്ക്ക് ക്ഷാമമാണ്, നല്ല പട്ട ഒന്നുമില്ല പാടത്ത്. എന്നാലും രണ്ട് മൂന്ന് പട്ടൊക്കെ അതിലുള്ളേക്ക് നല്ലത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എടുത്തത് അമ്മ അങ്ങനെ ഓരോ ഇതാക്കിയിട്ട് മുറിച്ച് ചൂലിൻ്റെ ആ കൊടിയാക്കിയാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നിങ്ങളൊക്കെ എന്താ പട്ടച്ചൂലാണോ ഉപയോഗിക്കാറ്? ഞങ്ങൾ കൂടുതൽ ഇതിനെ കേട്ടോ ഉപയോഗിക്കൽ. പിന്നെ ആരൊക്കെയോ പറഞ്ഞേക്കെ അത് ടൈൽസ് അടിച്ച് വരാൻ പറ്റൂല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇതാ ഇപ്പം അടുത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പിടിയൊക്കെ ഉള്ള പുല്ലിൻ്റെ ചൂല്. പക്ഷേ എന്തായാലും ഈ ഒരു ചൂലുകൊണ്ട് അടിക്കുന്ന ഒരു സുഖം ആ ചൂലുകൊണ്ട് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ കേട്ടോ. ഇനി ഉപയോഗിക്കുന്നവർക്ക് എന്താണെന്നറിയില്ല കേട്ടോ. ഒരു പക്ഷേ നമുക്ക് ഈ ചൂല് കിട്ടണോണ്ടായിരിക്കും കേട്ടോ അങ്ങനെ തോന്നുന്നത്. ഞങ്ങൾക്ക് ഇത് സുലഭമാണ് കേട്ടോ ഈ ചൂല്. പിന്നെ എൻ്റെ വീട്ടിലായാലും അമ്മ നല്ലോണം ചൂലുണ്ടാക്കും കേട്ടോ. അമ്മ ഉണ്ടാക്കി തരാറുണ്ട്. അവിടെയൊക്കെ പിന്നെ ആ പ്രദേശത്ത് നല്ല നീളമുള്ള പട്ട കിട്ടും. ഇവിടെ ഇപ്പോൾ ഇതാ നീളം കുറവാണ് പട്ടയ്ക്ക്. അപ്പം ചൂലും വലുപ്പം ഉണ്ടാവില്ല. എന്നാലും നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കും. കാരണം നമ്മൾ ആ ട്രഡീഷണലി ഇങ്ങനെ പോരുന്ന ആ ഒരു വേ ഉണ്ടല്ലോ, അത് നമ്മളെങ്ങനെ പിന്തുടർന്ന് പോരുകയാണ്. നമുക്ക് മുറ്റടിച്ച് വരാനായാലും അകം അടിച്ച് വരാനായാലും പട്ടച്ചൂലില്ലാതെ നടക്കൂല. അതിൻ്റെ ഇടയിൽ ഇതാ പേരക്ക് പറിക്കുന്ന ആൾക്കാരെ ചീത്ത അറിയണൊക്കെ ഉണ്ട്. പേരക്ക് പറിക്കുന്ന ആളാരെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? വീഡിയോയിൽ കണ്ടില്ലേന്നോ? എതുക്കൂട്ടതാ ഡീസൻ്റായി അച്ഛമ്മേൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കേ.